ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കെന്നും ഒരു വഴികാട്ടിയാണ്, മാതൃകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചു വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ പറയാറില്ല, ത്രൂ മേരി ടു ജീസസ്, പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക്. അപ്പോ ആ ഒരു സത്യം നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഇത്ര പ്രൗഢഗംഭീരമായി സഭയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൾ ലോകത്തിന്റെ തന്നെ എല്ലാ ജനങ്ങളുടെയും ഒരു അമ്മയായി മാറുകയായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ വംശാവലിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുക. ഈ വംശാവലിയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെയും നമ്മൾ ഇന്ന് ഈ വംശാവലിയിൽ വായിച്ചെടുക്കുന്നുണ്ട്. ഈശോയുടെ വംശാവലിയിൽ നമ്മൾ കാണുന്ന എല്ലാവരും തന്നെ ദൈവിക പദ്ധതിയുമായി സഹകരിച്ച ആളുകളായിരുന്നു. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോടും പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ ദൈവ പദ്ധതികളോട് സഹകരിച്ച് നമ്മുടെ വിശ്വാസം ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവിക പദ്ധതിയോട് ഏറ്റവും സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ പദ്ധതിയോട് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയും വഴികാട്ടിയുമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഒരു പുതിയ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവിക പദ്ധതിയോട് സഹകരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.